എല്ലാ മാസവും 3 നോമ്പ് അത് വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഔസാനി ഖലീലി ബി സലാസിൻ, എൻ്റെ കൂട്ടുകാരൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ എന്നോട് വസിയ്യത്ത് നൽകിയിരിക്കുന്നു. ലാ അദഉഹുന്ന ഹത്ത അമൂത്ത്, ഞാൻ മരിക്കുന്നത് വരെ ഞാനത് ഉപേക്ഷിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ്റെ ആ വസിയ്യത്തിനെ അദ്ദേഹം അത്രയും ഗൗരവത്തിൽ കാണുകയാണ്. മരിക്കുന്നത് വരെ ഞാനത് ഉപേക്ഷിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, സൗമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹരിൻ, എല്ലാ മാസവും അഥവാ ചന്ദ്രമാസമാണ്, അറബി മാസമാണ് ഉദ്ദേശം, എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കുക. വസ്വലാത്തി ദുഹ, അതേപോലെ തന്നെ ദുഹ നമസ്കാരം, വനൗമിന അല വിത്രിൻ, വിത്ർ നമസ്കരിച്ചതിന് ശേഷം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ വിത്ർ നമസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യവും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം പ്രബലമായ സുന്നത്താണത്. അതിൽ ആദ്യം പറഞ്ഞ സൗമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും 3 ദിവസം നോമ്പനുഷ്ഠിക്കുക. അങ്ങനെ എല്ലാ മാസവും നമുക്കറിയാം റമദാൻ മാസത്തിൽ നിർബന്ധമാണ്. അവിടെ സുന്നത്ത് നോമ്പുകൾക്ക് പിന്നെ പ്രസക്തിയില്ല. കാരണം റമദാനിലെ എല്ലാ ദിവസവും നോമ്പ് നിർബന്ധമാണ്. റമദാനിലെ നോമ്പ് അത് വേറെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള 11 മാസം നമുക്ക് നോമ്പ് നിർബന്ധമല്ല. എന്നാൽ പോലും ആ മാസങ്ങളിൽ ഈ 3 നോമ്പ് നോറ്റാൽ 1 വർഷം മുഴുവൻ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിരിക്കുന്നു, വ ഇൻ ബിഹസ്ബിക അൻ തസൂമ കുല്ല ഷഹ്രിൻ സലാസത അയ്യാം ഫഇന്ന ലക ബികുല്ലി ഹസനത്തിൻ 10 അംസാലിഹ, നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കുക. ഫഇന്ന ലക ബികുല്ലി ഹസനത്തിൻ 10 അംസാലിഹ, ഓരോ നന്മക്കും അതിൻ്റെ 10 ഇരട്ടിയാണല്ലോ പ്രതിഫലം. അത് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്. ഏതൊരു നന്മക്കും 10 ഇരട്ടിയാണ് പ്രതിഫലം. അങ്ങനെയാണെങ്കിൽ ഫഇന്ന ദാലിക സിയാമുദ്ദഹരി കുല്ലിഹി, അത് തീർച്ചയായും 1 വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന് തുല്യമായി തീരുന്നതാണ്. കാരണം 11 മാസം, ഓരോ മാസവും 3 നോമ്പാണെങ്കിൽ 10 മാസം തന്നെ 10 × 3 നമുക്കറിയാം 30. ആ 30 അതിനോടൊരു 10 ഇരട്ടി കൂട്ടിയാൽ അത് 300ആയി. പിന്നെ 11ാമത്തെ മാസം വീണ്ടും ഒരു 30, 3 നോമ്പ്, അതിനോട് 10, അപ്പോൾ 330. സ്വാഭാവികമായും റമളാനിലെ 3 നോമ്പുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവിടെ 12 മാസവും 3 വീതം നോമ്പുകളായി അത് ഏകദേശം 360 നോമ്പിന് തുല്യമാണ്. ഏകദേശം കൂടിയാലും കുറഞ്ഞാലും ഏകദേശം അത്രയാണല്ലോ ഒരു വർഷം ദിവസങ്ങളുള്ളത്. അപ്പോൾ ആ വർഷം മുഴുവൻ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം ലഭിക്കുകയാണ് ഒരാൾ എല്ലാ മാസവും 3 നോമ്പ് അനുഷ്ഠിച്ചാൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 1ന് 10 വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷം മുഴുവൻ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ഓരോ മാസവും 3 നോമ്പ് സാധിക്കുന്നത്ര ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ 3 ദിവസത്തെ നോമ്പ് അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിലാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസാന ഘട്ടം, മാസത്തിൻ്റെ പകുതിയാകുമ്പോൾ 13, 14, 15 രാവുകളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ 13, 14, 15 ഓരോ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾക്കാണ് അയ്യാമുൽ ബീദ് എന്ന് പറയുന്നത്. ആ ദിവസങ്ങളിലേക്ക് ഈ 3 നോമ്പ് നോൽക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ. എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ തന്നെ ആവണമെന്നില്ല, ആ ദിവസങ്ങളിലായാൽ അത് കൂടുതൽ ഖൈറാണ്. ഇമാം തിർമിദിയും നസായിയും ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഇദാ സുംത ഷൈഅൻ മിനശ് ശഹ്രി ഫസും 13 വ 14 വ 15. നീ മാസത്തിൽ
ഏതെങ്കിലും ദിവസം നോമ്പ് നോൽക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ 3 നോമ്പ് നീ മാസത്തിൽ നോൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് 13-നും 14-നും 15-നും നീ നോൽക്കുക. അത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പുകളാണ്. അതേപോലെ തന്നെ ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ളതാണ്, നിർബന്ധം എന്ന അർത്ഥത്തിലല്ല, അത്രയും പ്രാധാന്യപൂർവ്വം ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അൻ നസൂമ മിന ശഹരി സലാസത അയ്യാമിൽ അൽ ബീള, 3 ദിവസം അയ്യാമുൽ ബീളിൻ്റെ 3 ദിവസം നോമ്പ് നോൽക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ശക്തമായ നിലക്ക്. അത് 13 വ 14 വ 15, 13, 14, 15 ദിവസങ്ങളാണ്. അപ്പോൾ ഈ അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ അത് കൂടുതൽ ഖൈറാണ്. ഇല്ലെങ്കിൽ മാസത്തിലെ ഏത് ദിവസങ്ങളിലാണെങ്കിലും ശരി, ഒരു മാസത്തിൽ 3 നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇമാം നസായിയാണ് അത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദഉ സൗമ അയ്യാമിൽ ബീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. ഫീ സഫരിൻ വല ഹദറിൻ, യാത്രയിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ. എന്ന് പറഞ്ഞാൽ യാത്രയിലാണെങ്കിൽ പോലും നമുക്കറിയാം, യാത്രയിൽ പ്രയാസമുള്ള വിഷമമുള്ള ഘട്ടങ്ങളിലാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. റമളാനിലെ നോമ്പ് പോലും നമുക്ക് മാറ്റിവെക്കാം. എന്നാൽ അങ്ങനെയൊന്നുമില്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിൽ, യാത്രയിലാണെങ്കിലും ഈ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിച്ചിരുന്നില്ല. അപ്പോൾ യാത്രയിലും അല്ലാത്തപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ പതിവായി അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഇനി ഇത് അയ്യാമുൽ ബീദിൽ തന്നെ നിർവഹിക്കണമെന്നില്ല എന്നതിന് നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസുകൾ തെളിവാണ്. മറ്റൊരു ഹദീസ് കൂടി നമുക്ക് കാണാൻ സാധിക്കും. വലിയ ഷെയ്ഖായ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ഈ നോമ്പ്, മാസത്തിലെ ഈ 3 നോമ്പ് ഏതു ദിവസവുമാകാമോ എന്ന ഒരു ചോദ്യം ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി, ഹാദിഹിൽ അയ്യാം അസ്സലാസ യജൂസു അൻ തുസാമ മുതവാലിയതൻ ഔ മുതഫർരിഖ, ഈ 3 നോമ്പ് ഒരുമിച്ചും നോൽക്കാം, അഥവാ തുടർച്ചയായി 1, 2, 3 ദിവസങ്ങളിലായി നോൽക്കാം, അല്ലെങ്കിൽ വ്യത്യസ്ത ദിവസങ്ങളിലും നോൽക്കാവുന്നതാണ്. മാസത്തിൽ 3 നോമ്പാവണമെന്നേ ഉള്ളൂ, തുടർച്ചയാവണമെന്നില്ല, വ്യത്യസ്ത ദിവസങ്ങളിൽ നോൽക്കാം. അതേപോലെ തന്നെ വയജൂസു അൻ തകൂന മിൻ അവ്വലി ശഹരി ഔ മിൻ വസതിഹി ഔ മിൻ ആഖിരിഹി, മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസമോ മധ്യത്തിലെ 10 ദിവസമോ അവസാനത്തിലെ 10 ദിവസങ്ങളിൽ ഏതെങ്കിലും 3 ദിവസങ്ങളിലായാലും കുഴപ്പമില്ല. വൽ അംറു വാസിഉൻ, അതിൽ വിശാലതയുണ്ട്. വലില്ലാഹിൽ ഹംദ്, എന്നാൽ ഇന്ന ദിവസമേ ആകാവൂ എന്ന് നിബന്ധനയില്ല. ഹൈസുലം യുഅയ്യിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ അത് വ്യക്തമാക്കി ഇന്ന ദിവസം നിർബന്ധമാണ്, ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടില്ല. കാരണം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, അദ്ദേഹം ആ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ് ഒരു താബിഈ, അകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു മിൻ കുല്ലി ശഹ്രിൻ 3 അയ്യാം, അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നോ? ഖാലത്ത് നഅം, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതെ നോൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കപ്പെട്ടു, മിൻ അയ്യി ശഹ്രി കാന യസൂം, മാസത്തിലെ ഏത് ദിവസങ്ങളിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ലം യകുൻ യുബാലി മിൻ അയ്യി ശഹ്രി യസൂം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതത്ര പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ അത് ഇന്ന ദിവസം തന്നെ ആകണമെന്നുള്ള ഒരു നിബന്ധന അള്ളാഹുവിൻ്റെ റസൂൽ വെച്ചിട്ടില്ല. അതൊരു പക്ഷേ മാസത്തിൻ്റെ തുടക്കത്തിലാകും, മധ്യത്തിലാകും, അവസാനത്തിലാകും. എന്നാലും അദ്ദേഹം നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ പിൻബലത്തിൽ പറയുന്നു, ലാക്കിനിൽ യൗമ സാലിസ് ആഷർ വറാബി ആഷർ വൽ ഖാമിസ് ആഷർ അഫ്ദൽ, എന്നാൽ 13, 14, 15 ദിവസങ്ങൾ കൂടുതൽ അഫ്ദലാണ്. കാരണം ലി അന്നഹ അൽ അയ്യാമുൽ ബീദ്, അത് അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. 13, 14, 15 ദിവസങ്ങൾ, അത് മാസത്തിലെ 3 നോമ്പാണ്. ആ ദിവസങ്ങളിൽ ഏതെങ്കിലും നിലക്ക് പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്ന ആളുകൾക്ക് ആ ദിവസങ്ങൾ എത്തുന്നതിന് മുമ്പ് നോമ്പനുഷ്ഠിച്ചാലും കുഴപ്പമില്ല, ആ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നോമ്പനുഷ്ഠിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മാസവും 3 നോമ്പെങ്കിലും നോറ്റിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ നമുക്ക് 11 മാസവും നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചാൽ അത് വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.